ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയ എന്നുള്ളത്, അല്ലേ? നമ്മളിൽ ഭൂരിഭാഗം പേരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. സോഷ്യൽ മീഡിയ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും പുതിയ പുതിയ നോളജുകൾ ലഭിക്കാനായിട്ടും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും സമയം കളയാനായിട്ടും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഏർണിങ്സ് ആയിട്ടും നമുക്ക് അധികമായിട്ടുള്ള ഏർണിങ്സ് ആയിട്ടും, അല്ലെങ്കിൽ ചില വ്യക്തികളൊക്കെ സോഷ്യൽ മീഡിയ മാത്രമായിട്ട് അവരുടെ കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളും തീർച്ചയായിട്ടും ധാരാളമായിട്ട് നമുക്ക് ചുറ്റും ഉണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ചിലത് പറയുവാണെങ്കിൽ, ഒരു വ്യക്തിയുടെ കോൺസെൻട്രേഷൻ കുറയാനായിട്ട് ഈ റീൽസ് സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കോൺസെൻട്രേഷൻ കുറയാനായിട്ട്, അറ്റൻഷൻ കുറയാനായിട്ട് കാരണമാകുന്നുണ്ട് എന്നൊരു പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷാദ രോഗത്തിനും ഉത്കണ്ഠ രോഗവും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടാനുള്ള ഒരു റിസ്ക് ഫാക്ടറായിട്ട് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം പറയുന്നുണ്ട്. അതുപോലെ ആത്മഹത്യകൾ കൂടുന്നതിന് ഒരു കാരണമായിട്ട് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം പറയാറുണ്ട്. സോ ഒരേ സമയം തന്നെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഗുണപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് ദോഷമായി വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ എന്ന് ഉള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയെ ഗുണപ്രദമായി ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രയോജനം ഉള്ള രീതിയിൽ സോഷ്യൽ മീഡിയയെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത്, ഒരുപാട് അക്കൗണ്ടുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും, അല്ലേ? പല വീഡിയോസ് കാണുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും പല അക്കൗണ്ടുകളും നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ അതിനകത്ത് എത്ര അക്കൗണ്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന എത്ര അക്കൗണ്ടുകളാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് പ്രചോദനം തരുന്നത്? അങ്ങനത്തെ അക്കൗണ്ടുകൾ മാത്രം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല അക്കൗണ്ടുകളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലത് എങ്കിലും ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വിഷമം തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവുന്ന അങ്ങനത്തെ രീതിയിലുള്ള പല അക്കൗണ്ടുകളും ഉണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും അക്കൗണ്ടുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മൾക്ക് ഒരു രീതിയിലുമുള്ള നമ്മളുടെ ലൈഫിന് പ്രയോജനം തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ലേണിങ്ങിന് പ്രയോജനം തരുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്റർടൈൻമെന്റ് തരാത്ത അങ്ങനത്തെ അക്കൗണ്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അൺഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ മാത്രം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന നോളജ് അത് തീർച്ചയായിട്ടും അത് വാലിഡ് ആണോ, അല്ലെങ്കിൽ അത് സത്യമാണോ, അത് നമുക്ക് വിശ്വസിക്കാവുന്ന സോഴ്സ് ആണോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഒരുപാട് തെറ്റായിട്ടുള്ള നോളജുകൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ അത് പറയുന്ന വ്യക്തിയുടെ വിദ്യാഭ്യാസം എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ ഒരു വിഷയത്തെ പറ്റി പറയാനുള്ള ആധികാരികമായിട്ടുള്ള നോളജ് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നൊന്ന് ഡബിൾ ചെക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മളൊന്ന് മെനക്കെടണം. അതിനുശേഷം മാത്രമേ അത് വിശ്വസിക്കാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഡയറി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഓരോ ദിവസവും നമ്മൾ അന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലേൺ ചെയ്ത ഏതെങ്കിലും 3 കാര്യങ്ങൾ, പുതിയ 3 കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് എഴുതി വെക്കാനും അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രചോദനം തരുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലേൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദ ഫൈനൽ തിങ് ഫോർ ദിസ് വീഡിയോ, ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ടൈം നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്തെങ്കിലും ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോൾ, സന്തോഷമുള്ള കാര്യങ്ങളാണ് എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നത്, സന്തോഷമുള്ള ഫോട്ടോസാണ്, ഏറ്റവും നല്ല ഫോട്ടോസ് ആയിരിക്കും അവർ പോസ്റ്റ് ചെയ്യുന്നത്. അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് അവർ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മളും ശ്രമിക്കുക. അതിനോടൊപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ ലൈഫിലെ 1% മാത്രമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. പലരും ഇങ്ങനെ എല്ലാവരും സന്തോഷമുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ സന്തോഷങ്ങൾ മാത്രം
പങ്കുവെക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ മാത്രം എന്താണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ മാത്രം, അല്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു നിരാശയിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണാറുണ്ട്. സോ അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് ആണെങ്കിൽ തന്നെ ഒരു 100 ഫോട്ടോ എടുക്കുന്നതിനകത്ത് ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അത് തന്നെ ഒരുപാട് എഡിറ്റിംഗ് ഒക്കെ വരുത്തിയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സോ അത് ഫോട്ടോസ് എല്ലാം സുന്ദരമായിരിക്കുന്നു, പക്ഷെ എനിക്ക് അത്ര സൗന്ദര്യമില്ല എന്ന് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളും നമ്മുടെ ഫോട്ടോസ് അതുപോലെ എഡിറ്റൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും നല്ല ശരീരവടിവുണ്ട്, എനിക്ക് മാത്രമില്ല, അല്ലെങ്കിൽ ബാക്കി എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളാണ്, എനിക്ക് മാത്രമില്ല എന്ന് വിചാരിക്കാൻ വരട്ടെ. അതിന് പകരം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ അവരുടെ ലൈഫിലെ 1% മാത്രമാണ്. ബാക്കി 99% അവർ പോസ്റ്റ് ചെയ്യാറില്ല. എല്ലാവർക്കും എല്ലാവരുടെയും ലൈഫിൽ അപ്സ് ഉണ്ടാവുന്നത് പോലെ തന്നെ ഡൗൺസ് ഉണ്ടാവും. സന്തോഷം മാത്രമായിട്ട് ആർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും സങ്കടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.